എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് വെറുമൊരു ക്രിക്കറ്റ് മത്സരത്തിനല്ല, മറിച്ച് വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇതിഹാസ താരത്തിന്റെ രക്തം തിളയ്ക്കുന്ന തിരിച്ചുവരവിനാണ്. വരും കാലങ്ങളിൽ ലോക ക്രിക്കറ്റ് ചരിത്രം രോമാഞ്ചത്തോടെ മാത്രം ഓർമ്മിക്കാൻ പോകുന്ന ഒരു സുവർണ അധ്യായം. ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള സൂപ്പർ 8ലെ ജീവൻ മരണ പോരാട്ടത്തിൽ ടീം ഇന്ത്യ 72 റൺസിന്റെ ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 256 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ എതിരാളികൾ വെറും 184 റൺസിന് തകർന്നടിഞ്ഞു. എന്നാൽ ഈ അവിശ്വസനീയ വിജയത്തിന്റെ യഥാർത്ഥ ശില്പി നായകൻ സൂര്യകുമാറോ ബൌളിംഗ് ഇതിഹാസം ബുംറയോ ആയിരുന്നില്ല. അത് മറ്റാരുമല്ല, വിവാദങ്ങളുടെയും പരിഹാസങ്ങളുടെയും തീച്ചൂളയിൽ നിന്ന് ഫൂനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് സാക്ഷാൽ ഹാർദിക് പാണ്ഡ്യയും നമ്മുടെ സ്വന്തം സഞ്ജുവുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഹാർദിക് അനുഭവിച്ച നരകയാതനകളൊന്ന് ഓർത്തുനോക്കൂ. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസിയെ ചൊല്ലി സ്വന്തം രാജ്യത്തെ കാണികളിൽ നിന്നുപോലും നേരിട്ട കൂവലുകൾ, പരിക്കുമൂലം ടീമിൽ നിന്നുള്ള പുറത്താകൽ, വ്യക്തിജീവിതത്തിൽ വിവാഹമോചനം എന്ന പേരിലുണ്ടായ ഹൃദയഭേദകമായ വാർത്തകൾ, ലോകം മുഴുവൻ ഹാർദിക്കിന്റെ കരിയർ അവസാനിച്ചുവെന്ന് വിധിയെഴുതി. മാനസികമായി തകർന്നു പോയേക്കാവുന്ന ആ അവസ്ഥയിൽ നിന്നാണ് മുറിവേറ്റ സിംഹം എത്രത്തോളം അപകടകാരിയാണെന്ന് ഇന്നലെ രാത്രി വെറും 23 പന്തിൽ നിന്ന് 50 റൺസ് അടിച്ചുകൂട്ടി ഹാർദിക് ലോകത്തിന് കാണിച്ചുകൊടുത്തത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ 150-3 എന്ന നിലയിലായിരുന്നു. മികച്ച ഫോമിലായിരുന്ന അഭിഷേക് ശർമ്മയും നായകൻ സൂര്യകുമാറും മികച്ച അടിത്തറ പാകി മടങ്ങിയതിനു ശേഷമാണ് ഹാർദിക് ക്രീസിലെത്തുന്നത്. അവിടെ വെച്ച് ഹാർദിക് ഔട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ 200 പോലും കടക്കില്ലായിരുന്നു. ആ ഭയാനകമായ സമ്മർദ്ദത്തിന് നടുവിലാണ് ചെപ്പോക്കിൽ ഹാർദിക് കൊടുങ്കാറ്റ് വീശിയടിച്ചത്. ആദ്യത്തെ 7 പന്തുകൾ വളരെ ശ്രദ്ധയോടെ കളിച്ച് പിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് 17ാം ഓവറിൽ സിംബാബ്വെ ബൌളർ നഗാരവയെ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തി. ലോങ് ഓണിന് മുകളിലൂടെ പടുകൂറ്റൻ സിക്സറും കവർ ഡ്രൈവിലൂടെ 4 അടക്കം ആ ഒറ്റ ഓവറിൽ ഹാർദിക് അടിച്ചെടുത്തത് 22 റൺസാണ്. സ്ട്രൈക്ക് റേറ്റ് 215 കടന്ന ആ വിശ്വരൂപം കണ്ട് സ്റ്റേഡിയം ശ്വാസമടക്കി പിടിച്ചു. 2 സിക്സറുകളും 4 ഫോറുകളുമായി ഇന്ത്യയെ 256 എന്ന കൂറ്റൻ വിജയലക്ഷ്യത്തിലെത്തിച്ച അദ്ദേഹം പിന്നീട് ബൌളിംഗിലും ഫീൽഡിംഗിലും മാന്ത്രിക പ്രകടനം കാഴ്ചവെച്ച് സിംബാബ്വേയുടെ നട്ടെല്ലൊടിച്ചു. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വൈകാരികമായ മുഹൂർത്തം അരങ്ങേറിയത് മത്സരം കഴിഞ്ഞതിന് ശേഷമാണ്. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങാൻ ഹാർദിക് എത്തിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ നിലയ്ക്കാത്ത കരഘോഷം മുഴക്കി. പുരസ്കാരം കയ്യിൽ വാങ്ങിയ ഉടനെ കണ്ണീരണിഞ്ഞുകൊണ്ട് ആ അവാർഡ് അദ്ദേഹം യുവതാരം സഞ്ജു സാംസന് കൈമാറിയപ്പോൾ ലോകം മുഴുവൻ അമ്പരന്നു. ഇന്നെനിക്ക് ഈ അംഗീകാരം ലഭിച്ചുവെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം സഞ്ജു നൽകിയ മികച്ച തുടക്കമാണ്. പവർ പ്ലേയിൽ അവൻ കാണിച്ച നിർഭയത്വമാണ് ഈ വിജയത്തിന്റെ അടിത്തറ എന്ന് ഹാർദിക് പറഞ്ഞപ്പോൾ ആരാധകരുടെ കണ്ണ് നിറഞ്ഞുപോയി. തന്റെ പ്രകടനം ടീമിന്റെ കൂട്ടായ പ്രയത്നമെന്നും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നൽകുന്ന പൂർണ്ണ സ്വാതന്ത്ര്യമാണ് തനിക്ക് കരുത്തേകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നാലെ നമ്മുടെ സ്വന്തം മലയാളി താരം സഞ്ജു സാംസനെക്കുറിച്ച് ഹാർദിക് മനസ്സു തുറന്നത് കേട്ട് സ്റ്റേഡിയം ഒന്നടങ്കം ഇളകിമറിഞ്ഞു. ഹാർദിക് പറഞ്ഞു, സഞ്ജു നൽകുന്ന ആ സ്വപ്ന തുല്യമായ തുടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അവൻ നൽകുന്ന ആ മികച്ച അടിത്തറയാണ് പലപ്പോഴും വലിയ സ്കോറുകളിലേക്ക് ഞങ്ങളെ നയിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നിർണായകമായ കഴിഞ്ഞ മത്സരത്തിൽ നിർഭാഗ്യവശാൽ സഞ്ജു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവൻ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കളിയും ഞങ്ങൾ അനായാസം വിജയിച്ചേനെ. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ യാതൊരു സമ്മർദ്ദവുമില്ലാതെ ഞങ്ങൾക്ക് സെമി ഫൈനലിലേക്ക് തലയുയർത്തി മുന്നേറാനും സാധിച്ചുവെന്നെ. ഹാർദിക്കിന്റെ ഈ വാക്കുകൾ മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യൻ ആരാധകരിലും ആവേശ തിരമാലയാണ് സൃഷ്ടിച്ചത്. പിന്നീട് രോഹിത് ശർമ്മയെക്കുറിച്ച് തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്റർനെറ്റിൽ തീപ്പൊരി പറിച്ചിരിക്കുകയാണ്. രോഹിത് ഭായ് എപ്പോഴും എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. വലിയ മത്സരങ്ങളിൽ ശാന്തമായ മനസ്സാണ് ഏറ്റവും വലിയ ആയുധമെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചുവെന്ന് ഹാർദിക് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ക്യാപ്റ്റൻസി വിവാദത്തിന് എന്നേക്കുമായി തിരശീല വീണു. ഹാർദിക്കിനെ അഹങ്കാരി എന്ന് വിളിച്ചവർ പോലും ഇന്നലെ അദ്ദേഹത്തിന്റെ കണ്ണീരിനും വിനയത്തിനും മുന്നിൽ അലിഞ്ഞുപോയി. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ അദ്ദേഹത്തെ ക്ലച്ച് ഗോഡ് അഥവാ സമ്മർദ്ദങ്ങളുടെ ദൈവമെന്നാണ് വാഴ്ത്തുന്നത്. ബുംറയും സൂര്യയും ഹാർദിക്കും സഞ്ജുവും അടങ്ങുന്ന ഈ വജ്രായുധ സംഘത്തിന് വരാനിരിക്കുന്ന T20 ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. 23 പന്തിൽ 50 റൺസ് എടുത്ത് അദ്ദേഹം മത്സരം വിജയിപ്പിച്ചു. എന്നാൽ അവാർഡ് സഞ്ജുവിന് നൽകിയും വിജയത്തിന്റെ ക്രെഡിറ്റ് രോഹിത്തിന് നൽകിയും അദ്ദേഹം കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയമാണ് കീഴടക്കിയത്. ഇത് കൂടുതൽ പക്വതയുള്ള അപകടകാരിയായ ഹാർദിക് 2.0യുടെ ഉദയമാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.